റെസിപ്പി എന്നാൽ നിങ്ങൾക്ക് ഓൾറെഡി തമ്മനയിലാണ് ഇപ്പോൾ പിടിയിട്ടിട്ടുണ്ടാവില്ല. നല്ല ഈസി ആയിട്ടുള്ള കോഴിമുട്ടക്കറിയാണ് കേട്ടോ. പിന്നെ എനിക്ക് മെയിനായിട്ട് കാര്യം പറയാനുള്ളത്, ഞാൻ അതിൽ 4 പച്ചമുളക് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ഇവിടെ നല്ല സ്പൈസി ആയിട്ട് എനിക്ക് തോന്നിയത്. അപ്പോൾ എനിക്ക് തോന്നി ചിലവർക്കൊന്നും അത്ര സ്പൈസി ഇഷ്ടമുണ്ടാവില്ല, അപ്പോൾ എരി കൂടാനുള്ള ചാൻസ് ഉണ്ട് ചിലവർക്ക്. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് ചേർത്തോളോ. മുളക് പൊടി നമ്മൾ 2 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. അപ്പോൾ പച്ചമുളക് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല, ചിലവർക്ക് നല്ല എരിവായിട്ട് തോന്നും. അപ്പോൾ അത് ഞാൻ എടുത്ത് പറയാണ്, എരി കൂടുതലാവാൻ ചാൻസ് ഉണ്ട് ചിലവർക്ക്. ഇവിടെ ഞങ്ങൾക്ക് നല്ല സ്പൈസിയാണ് ഇഷ്ടം, അപ്പോൾ അതുകൊണ്ട് ഞാൻ 4 പച്ചമുളക് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചോളോ. 2 എണ്ണം ചേർത്താലും മതി. മഞ്ഞൾപ്പൊടി ചേർക്കണത് ഞാൻ അതിൽ എഡിറ്റിംഗ് അല്ല, വീഡിയോ ഷൂട്ട് ചെയ്ത നേരത്ത് മഞ്ഞൾപ്പൊടി ചേർത്ത് എനിക്ക് കാണിക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. അതൊന്ന് വിട്ടുപോയിട്ടുണ്ട്. ഒരു 2 നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തോളൂ കേട്ടോ. അതെനിക്ക് കാണിക്കാൻ പറ്റിയിട്ടില്ല. അതുപോലെ കുറെ പേര് പറഞ്ഞു അന്ന് ലഞ്ചിന്റെ റെസിപ്പി ഇട്ടു, പിന്നെ ഇട്ടില്ലല്ലോ ബ്രേക്ക്ഫാസ്റ്റിന്റെ ഡിന്നറിന്റെ ഇന്ന് ഇടാട്ടോ. എന്തായാലും മെല്ലെ മെല്ലെ ഇടാൻ, ഞാൻ വിഷമിക്കേണ്ട, എല്ലാ റെസിപ്പീസും ഇടാം ഈസി ആയിട്ടുള്ളത്. അപ്പോൾ ഇനി ഇതുപോലെ ഈസി ആയിട്ടുള്ള റെസിപ്പീസ് ഞാൻ ഇടാം. അതുപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും റെസിപ്പികൾ ഈസി ആയിട്ട് കാണണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ വെജിറ്റേറിയൻ ആണെങ്കിലും നോൺ വെജും ഇത്തിരി കൂടി ഒന്ന് ഈസി ആയിട്ട് ചെയ്താൽ കൊള്ളാം ഈ ഒരു റെസിപ്പി എന്നുള്ളത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ മതി ഇട്ടാ, നിർബന്ധമൊന്നുമില്ല. ആർക്കെങ്കിലും അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അതൊന്ന് കമന്റ് ബോക്സിൽ പറയാം. അപ്പം ഞാൻ ആ റെസിപ്പീസ്, നിങ്ങൾക്ക് ആവശ്യമുള്ള റെസിപ്പീസ് ആദ്യം ചെയ്യാലോ ഈസി ആയിട്ട്. അപ്പം അതിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ എന്തെങ്കിലും റെസിപ്പി ഇത്തിരി ഈസി ആയിട്ട് വേണം എന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ പറഞ്ഞോളൂ. അപ്പം എനിക്ക് എൻ്റെ കയ്യിൽ അതിൻ്റെ റെസിപ്പി ഉണ്ടെങ്കിൽ ഞാനത് ആദ്യമായിട്ട് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇന്നത്തെ കോഴിമുട്ട അടിപൊളി കറിയാണ് ഇത് തയ്യാറാക്കി നോക്കാം. ഞാൻ പറഞ്ഞ പോലെ ആദ്യം തന്നെ ഞാൻ പറയുന്നുണ്ട് വീഡിയോയിൽ, മുളക് പൊടി നമ്മൾ വെളിച്ചെണ്ണയിൽ ആദ്യം മൂപ്പിക്കണം. വേപ്പില പൊട്ടിച്ച് കഴിഞ്ഞാൽ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതേപടി ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേക മണ്ണാണ് കേട്ടോ. അതും കൂടി ഉണ്ട് പറയാനായിട്ട്. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പൊ നിങ്ങൾ വീഡിയോ കണ്ടു നോക്ക്, ഇഷ്ടാവും. അപ്പൊ നമുക്ക് മുട്ട റോസ്റ്റ് തയ്യാറാക്കാം. അതിന് എളുപ്പത്തിൽ തയ്യാറാക്കാൻ നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത് ഈ കുക്കറാണ്. പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം കേട്ടോ. ഇതിലേക്ക് ഒരു 3-4 ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില, കുറച്ചല്ല ഇത്തിരി അധികം ആയാലും കുഴപ്പമില്ല കേട്ടോ. ഒന്ന് പിച്ചി കുറച്ചിട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. കറിവേപ്പില ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ തീ ഒന്ന് ഓഫ് ചെയ്യാം കേട്ടോ. എന്നിട്ടാണ് മുളക് പൊടി ചേർത്ത് കൊടുക്കാവോ, അല്ലെങ്കിൽ ചിലപ്പോൾ കരിഞ്ഞു പോകും പെട്ടെന്ന്. ഇതിലോട്ട് ഇനി നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് മുളക് പൊടിയാണ്. ഞാൻ 2 ടീസ്പൂൺ എടുക്കുന്നുണ്ട്. ഇത്ര എരി വേണ്ടെങ്കിൽ നിങ്ങൾ 1.5 ടീസ്പൂൺ എടുത്താൽ മതി കേട്ടോ. അത്യാവശ്യം എരി ഉണ്ടായ ഒരു എയിമാണ് കഴിക്കാൻ. നല്ല ചുടി ഉണ്ടാവും കറിക്ക്. ഒരു 2 ടീസ്പൂണ് മുളക് പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞിട്ട് അപ്പം തന്നെ തീ ഓൺ ചെയ്യണ്ട കേട്ടോ. ആ ചൂടിൽ കിടന്നിട്ട് തന്നെ ഇത് മൂത്ത് കിട്ടും നമുക്ക് പൊടി പെട്ടെന്ന്. കണ്ടോ കളർ മാറിയത് കണ്ടോ, പെട്ടെന്ന് തന്നെ ആയി കിട്ടും. തീ ഓൺ ചെയ്യണ്ട, ചിലപ്പോൾ കരിഞ്ഞു പോവും. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മുടെ സവോള അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഞാനിവിടെ. കണ്ടോ ക്യൂബായിട്ടാണ് കേട്ടോ അരിഞ്ഞേക്കുന്നത്. ഇതുപോലെ അരിഞ്ഞെടുത്താൽ, ഞാൻ മറ്റേ ബീഫ് കറിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുള്ളത് നമുക്ക് ഗ്രേവി നല്ല തിക്കായിട്ട് കിട്ടും. അതുപോലെ ഒരു 4 പച്ചമുളക് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ അരിയാൻ നോക്കുക കേട്ടോ പറ്റുകയാണെങ്കിൽ, അപ്പം നല്ലതായിരിക്കും. അത് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. സവോള ഞാനൊരു 4 എണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇടത്തരം വലിപ്പമുള്ളത്. പച്ചമുളകും അതൊരു 4 എണ്ണം. തീരെ കുഞ്ഞ് സവോളയാണെങ്കിൽ 5 എണ്ണം എടുത്തോളൂ. ഇനി നമുക്ക് തീ ഓൺ ചെയ്ത് കൊടുക്കാം കേട്ടോ. ആവശ്യത്തിന് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഒരു 1/2 കപ്പ് പച്ചവെള്ളം കേട്ടോ. ഒരു 1/2 കപ്പ് പച്ചവെള്ളം. ഒരു 1/2 ടീസ്പൂണ് ഗരം മസാല ചേർത്ത് കൊടുക്കുക. ഇനി വേറെ ഒന്നും വേണ്ട, ഇത്രയും വേണ്ട നമുക്ക് സാധനങ്ങൾ, വേറെ ഒരു സാധനങ്ങളും വേണ്ട. ഇനി നമുക്ക് ഇതിലോട്ട് കോഴിമുട്ട ഞാൻ പുഴുങ്ങിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് ഇങ്ങനെ മുറിച്ചു കൊടുത്തിട്ട് ചേർക്കുക. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ കറക്റ്റായിട്ട് മസാല പിടിക്കും. ഇതിൽ തന്നെ ചേർത്തോ, ഇനി പിന്നീട് ചേർക്കാനൊന്നും നിൽക്കണ്ട, ഇപ്പം തന്നെ ചേർത്ത് കൊടുക്കുക. ഒരു 6 അല്ല കേട്ടോ, 4 എണ്ണം എടുത്തിട്ടുണ്ട്. ഇവൻ എന്തോ ശരിയായില്ല പുഴുങ്ങിയപ്പോൾ, അവനെയും ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കുക. മതി, ഇത്രയും മതി. ഒരു ജാതി മണാണ് കേട്ടോ ഇവിടെ നമ്മൾ. കാരണം ആദ്യം എന്താ ചെയ്തേ, വെളിച്ചെണ്ണയിൽ വേപ്പില ഇട്ടു. ആ വെളിച്ചെണ്ണയിലേക്ക് വേപ്പില പൊട്ടിക്കഴിയുമ്പോൾ ഒരു പ്രത്യേക മണം ഇറങ്ങും വേപ്പിലയുടെ. ആ മണത്തിലേക്ക് നമ്മൾ നേരെ വെളിച്ചെണ്ണയിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ ആ മുളക് പൊടി മുരിഞ്ഞു വരുന്ന നേരത്തെ ഒരു നല്ല മണമാണ്. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് അപ്പം അറിയാൻ പറ്റും. ഇപ്പൊ ഇവിടെ നല്ലൊരു മണമാണ്, മുട്ടക്കറിക്ക് നല്ലൊരു മണം ഉണ്ടാവും അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ. ഇനി നമുക്കിത് കുക്കർ അടച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ 2 വിസിലാണ് വേണ്ടത്. 3 ആയാലും പ്രശ്നമില്ല. നമുക്ക് മസാല വിസിൽ കൂടുന്തോറും മസാല നല്ല തിക്കായിട്ട് വരും. വിസിൽ കുറഞ്ഞെടുക്കുമ്പോൾ ഉള്ളി അത്ര വെന്തിട്ടുണ്ടാവില്ല. അതാണ് അതിന്റെ കണക്ക്. വിസിൽ കൂടിയെന്ന് വെച്ചിട്ട് പ്രശ്നമൊന്നുമില്ല. 2-3 വിസിൽ അത് മതി നമുക്ക്. ഇതിപ്പോ 2 വിസിൽ അടിച്ചു. ഞാനിത് ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ഇപ്പൊ നല്ലോണം കുക്കർ വിസിലൊക്കെ പോയിട്ടുണ്ട്. നമുക്ക് തുറന്നു നോക്കാം. കണ്ടോ, നോക്കിയേ, എണ്ണയൊക്കെ തെളിഞ്ഞ് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്.
ഇനി നമുക്കിത് ഒന്ന് തുറന്നു വെച്ചിട്ട് ഒരു 2 മിനിറ്റ് ഒന്നുകൂടി ഒന്ന് തിളപ്പിക്കണം. ഇങ്ങനെ തന്നെ ഉപയോഗിക്കാൻ വിരോധമില്ല, പക്ഷെ ഒരു 2 മിനിറ്റ് കൂടി ഒന്ന് തിളപ്പിച്ച് കഴിഞ്ഞാൽ നല്ലതാണ് കേട്ടോ. ഒന്ന് തിളക്കട്ടെ. ഈ നേരത്തെ നമുക്ക് ഇതിലോട്ട് ഒരു 4 വേപ്പിലയും കൂടി ഒന്ന് പിച്ചി പറിച്ചിട്ട് കൊടുക്കാം. നല്ല മണം ഉണ്ടാവും. അതുപോലെ നേരത്തെ നമ്മൾ 1/2 ടീസ്പൂൺ അല്ലേ ഗരം മസാല ചേർത്ത്, ഇപ്പൊ ഒരു 1/2 ടീസ്പൂൺ കൂടി ഇപ്പോഴും ചേർത്ത് കൊടുക്കുക കേട്ടോ. നല്ലൊരു മണം കിട്ടും. മീതെ ഒരു തുള്ളി പച്ചവെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. പണി കഴിഞ്ഞു. ഇതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ മല്ലിപ്പൊടിയൊക്കെ ചേർക്കാട്ടോ. മല്ലിപ്പൊടി എനിക്ക് അതിന്റെ ചുവതിലേക്ക് അത്ര ഇഷ്ടമല്ല. ഈ മുട്ടക്കറിയിലേക്ക് ഇങ്ങനെ തരിയായിട്ട് കിടക്കും. വേണമെങ്കിൽ ഒരു തരി ചേർത്ത് കൊടുക്കാം. പക്ഷെ നിങ്ങൾ ഇങ്ങനെ വെച്ച് നോക്ക്, എന്നിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ പിന്നെ അതിന്റെ ആവശ്യമില്ലല്ലോ. അപ്പൊ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക, ഒരു പ്രത്യേക രുചിയാണ്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ആദ്യം വെളിച്ചെണ്ണയിൽ വേപ്പില പൊട്ടിച്ചിട്ട് നിങ്ങൾ മുളക് പൊടി ഇടാട്ടോ. അപ്പോഴാണ് ആ ഒരു മണം, നല്ലൊരു മണമാണ്. നല്ല മണം വരുന്നുണ്ട്. കോഴിക്കൂടാൻ വെച്ച പോലത്തെ മണം അവിടെ. ഞാൻ വെറുതെ എന്റെ കറീനെ എന്നെ പൊക്കി പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല. നിങ്ങളൊന്ന് ചെയ്ത് നോക്ക്. ഇത്രയും നിസ്സാരമാണ്, പക്ഷെ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. എല്ലാവരും തയ്യാറാക്കി നോക്കുക. എല്ലാവർക്കും നല്ല ഇഷ്ടമാവും. ചപ്പാത്തിയിലേക്കൊക്കെ ബെസ്റ്റാണ് കേട്ടോ. എത്ര പെട്ടെന്ന് തയ്യാറാക്കാം. ചോറിലേക്കും അതെ നല്ലതാണ്, പക്ഷെ ഒന്നുകൂടി എയിമായിട്ട് തോന്നിയ ചപ്പാത്തിയിലേക്കാണ് കേട്ടോ എനിക്ക്. അതുപോലെ അപ്പത്തിലേക്കൊക്കെ സൂപ്പറാണ്. പിന്നെ ഇതിന്റെ ചാറിൽ തന്നെ നമ്മൾ ഉള്ളി ചേർത്തുകൊണ്ട് അത്യാവശ്യം നല്ല മധുരം. കണ്ടോ, നല്ല മധുരമുണ്ട്. അപ്പൊ ആ എരിവ് ഉണ്ടായാലാണ് ഇതിന് ചൊടി ഉണ്ടാവുള്ളൂ. സവോളയുടെ അല്ലെങ്കിൽ ഒരു പച്ച രസം പോലെയാണ് നമുക്ക് തോന്നുക. കറിയിൽ ഉപ്പ് കറക്റ്റാണോ നോക്കിക്കോളൂ കേട്ടോ. ഉപ്പ് കറക്റ്റ് അല്ലെങ്കിൽ ഒരു വെള്ളച്ചൊവ എടുക്കും. അപ്പൊ ഉപ്പ് കറക്റ്റാണോ നോക്കിക്കോളൂ. ഇങ്ങനെ നമ്മൾ കോഴിമുട്ട ഇതിലിട്ടുകൊണ്ട്, കോഴിമുട്ട നല്ല കട്ടിയായിട്ടൊന്നും പോല കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് കോഴിമുട്ട ഇരിക്കുന്നത്. ഉള്ളിക്കൊക്കെ ശരിക്കും മസാല പിടിക്കും. നമ്മളൊന്ന് വരഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ ഇതുപോലെ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. എന്നിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. ഇതുപോലെ തന്നെ ഇതിലും ഈസി ആയിട്ടുള്ള റെസിപ്പി ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. അപ്പൊ ഞാൻ മുട്ട റോസ്റ്റ് ടേസ്റ്റ് ചെയ്തിട്ട് പറഞ്ഞുതരാം കേട്ടോ. ഞാൻ ഒരു കോഴിമുട്ട കഴിച്ചു. നല്ല എരിവുണ്ട് കേട്ടോ. നിങ്ങൾ തീരെ എരിവ് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ പച്ചമുളക് ചേർക്കണം എന്നില്ല. പച്ചമുളക് ചേർത്ത് അത്യാവശ്യം നല്ല എരിവുണ്ട് കഴിക്കുമ്പോൾ. അപ്പം അത് ശ്രദ്ധിക്കുക. എരിവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കുക. അതാണ് മെയിനായിട്ട്. പിന്നെ മുളക് പൊടി നല്ലോണം മൂക്കണം. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ. എന്തിനാ ടേസ്റ്റ് ചെയ്യണല്ലേ? കോഴിമുട്ടയല്ലേ, എങ്ങനെ കഴിച്ചാലും അടിപൊളിയാവും. ഈ മസാല കുറച്ചും ഇങ്ങോട്ട് ആക്കിയിട്ട് അതും കൂട്ടി കഴിക്കുന്നത് വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റും. ഒരു 3-4 ടീസ്പൂണ് വെളിച്ചെണ്ണ എന്നിട്ട് ആ വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ മുളക് പൊടി ഇട്ട് കൊടുക്കുമ്പോൾ ആ മുളക് പൊടി എന്താ പറയാ അപ്പത്തീനി ഒരു അപ്പത്തീനി അപ്പൊ ഇനി ഇത് ഒരു എന്താട്ടയാത്ത അമ്മേ, ഇതെന്തേ കുക്കറിന് പറ്റിയ? എന്താ മോനെ നീ അടയാത്ത? എന്റെ കർത്താവേ. വളരെ ഈസി ആയിട്ട് ആർക്കും തയ്യാറാക്കാൻ പറ്റാത്ത രീതിയിൽ നമുക്ക് പറ്റണത് നല്ല പറയണ്ടേ. നല്ല സ്പൈസിയാണ് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഇതുപോലെ തന്നെ അളവിൽ ചേർക്കാം. സ്പൈസി കുറവാണ്, നല്ല എരിവ് വേണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ തന്നെ, അല്ല സ്പൈസി കുറവാണ് വേണ്ടതെങ്കിൽ മുളക് കുറച്ച് ചേർക്കുക. ഓക്കെ. ആർക്കും തയ്യാറാക്കാൻ വളരെ എളുപ്പത്തിൽ തന്നെ, കുഞ്ഞു കുട്ടികൾക്ക് വരെ തയ്യാറാക്കാൻ പറ്റുന്ന രീതിയിൽ. അത്രയ്ക്കും വേണ്ട, കുഞ്ഞു കുട്ടികൾ തന്നെ എന്തിനാ പറയണേ.